നമസ്കാരം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഒ.പിയിൽ രോഗികളെ പരിശോധിക്കുകയായിരുന്ന ഡോക്ടറെ തന്റെ കുഴിനഖം ചികിത്സിക്കാൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെതിരെ നടപടിയുണ്ടാകില്ല. ഡോക്ടറും സർവീസ് സംഘടനയുമാണ് സംഭവം വിവാദമാക്കിയത് എന്നാണ് സർക്കാർ വിലയിരുത്തൽ. സംഭവത്തിൽ ചീഫ് സെക്രട്ടറി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുഴിനഖ ചികിത്സയ്ക്കായി ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിൽ കളക്ടർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് സർക്കാർ വിലയിരുത്തൽ. കളക്ടറുടെ ഔദ്യോഗിക തിരക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒ.പിയിലെ തിരക്ക് മാറ്റിവെക്കാവുന്നതാണ്. സർവീസ് ചട്ടത്തിലുള്ള ചികിത്സ വിവാദമാക്കിയത് ഡോക്ടറും സംഘടനയുമാണെന്നാണ് IAS അസോസിയേഷന്റെയും നിലപാട്. അഖിലേന്ത്യാ സർവീസ് ചട്ടം 3.1.81.8.2 പ്രകാരം അഖിലേന്ത്യാ സിവിൽ സർവീസ് അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും താമസസ്ഥലത്തെത്തി ചികിത്സ നൽകണമെന്നാണ് ചട്ടമെന്നും ചൂണ്ടിക്കാട്ടുന്നു. രോഗിയുടെ ചികിത്സ പരസ്യപ്പെടുത്തിയ ഡോക്ടർ കുറ്റക്കാരനാണെന്നും IAS അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയെ ജില്ലാ കളക്ടറും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തെ തന്നെ മികച്ച കളക്ടർക്കുള്ള പുരസ്കാരം നേടിയ ജെറോമിക് ജോർജിനെതിരെ ചികിത്സാ വിവാദത്തിൽ നടപടിയെടുത്താൽ അത് സർക്കാരിനും അവമതിപ്പുണ്ടാക്കും. ഇതെല്ലാം കണക്കിലെടുത്താണ് കളക്ടർക്കെതിരെയുള്ള നടപടി ഒഴിവാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുമുണ്ട്. വിഷയത്തിൽ ചീഫ് സെക്രട്ടറി തേടിയ വിശദ റിപ്പോർട്ട് ഉടൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൈമാറും. ഈ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടിയിൽ തീരുമാനമെന്നാണ് വിവരം. സംഭവത്തിൽ IAS അസോസിയേഷനും CPIയുടെ സർവീസ് സംഘടനയും തമ്മിലും പോര് ഉടലെടുത്തിരിക്കുകയാണ്. CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന് കീഴിലെ കളക്ടറുടെ ദുഷ്പ്രഭുത്വം അംഗീകരിക്കാനാവില്ലെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ വിമർശിച്ചിരുന്നു. കളക്ടർക്കെതിരെ വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ IAS അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. അസോസിയേഷൻ അംഗം കൂടിയായ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ജയചന്ദ്രന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ കളക്ടറെ ന്യായീകരിച്ചും ജയചന്ദ്രനെ വിമർശിച്ചും IAS അസോസിയേഷൻ പ്രസിഡന്റ് B. അശോകിന്റെ ലേഖനവും പുറത്തുവന്നിരുന്നു.